ഈ ഒരൊറ്റ കാര്യം മതി നിങ്ങളുടെ ലൈഫിൽ നന്മയുടെ കിതാബിന് കനം തൂങ്ങാൻ. ഈ അമലിൻ്റെ സ്വീകാര്യതയ്ക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകവുമില്ല. മാജി സാറേ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ ഒരിക്കലും പാഴായി പോകില്ല, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു അമലുകൾ പറഞ്ഞിരിക്കും. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മളിപ്പോൾ ഒരുപാട് അമല് ചെയ്യുന്നുണ്ടല്ലേ, ദിക്ർ ചെല്ലുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, പല അമലുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കിതാബിൽ ഉറപ്പായും നമ്മൾക്ക് കാണുമെന്ന് ഉറപ്പുള്ള, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു അമൽ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറും. ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ അതിൻ്റെ ആദ്യ ദിനങ്ങളിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ആ ഒരു അമലിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതൊരു അമലിൻ്റെയും ആദ്യത്തെ ഫർള് നിയ്യത്തല്ലേ. നിയ്യത്തില്ലാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്. നിസ്കാരമാണോ, നിയ്യത്തിലൂടെയാണ് പ്രവേശനം. ഹജ്ജോ ഉംറയാണോ, ഇഹ്റാമിലൂടെ നിയ്യത്തിലൂടെയാണ് പ്രവേശനം. എന്തിനേറെ പറയുന്നു, മഹാത്മാക്കൾ പറയുന്നുണ്ട്, ഒരാൾ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ പോലും ആത്യന്തികമായി ഞാൻ ദിക്ർ ചൊല്ലുകയാണ് എന്നുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകാര്യമാവുകയുള്ളൂ എന്നാണ്. ഏറ്റവും നല്ലത് അത് അർത്ഥമറിഞ്ഞ് ചൊല്ലുക എന്നുള്ള അർത്ഥമാണ്. ഇത്രമേൽ സൂക്ഷ്മതയോടുകൂടിയാണ് ഇസ്ലാം ഓരോ അമലുകളെയും കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അൺകണ്ടീഷണലി ഒരു അമലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉപാധിയുമില്ല. നിങ്ങളത് എങ്ങനെ പറയുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നില്ല, എന്തിനു പറയുന്നു എന്ന് എൻ്റെ ഇടയ്ക്കിൽ ഒരു കാര്യമുള്ളതല്ല. നിങ്ങൾ ആ അമല് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് നോക്കുന്നത്. ആ അമലിനെ വിശുദ്ധ ഖുർആനാണ് പരിചയപ്പെടുത്തിയത്. ആ പരിചയപ്പെടുത്തിൽ തന്നെ വലിയൊരു വ്യത്യസ്തതയുണ്ട്. ആദ്യമായി അള്ളാഹു പറയുന്നു, ഞാൻ ആ അമല് ചെയ്യുന്നുണ്ട്, എൻ്റെ മലായിക്കത്തുകളെ കൊണ്ട് ഞാൻ ആ അമല് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന വളരെ വലിയൊരു വിളിയാളമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, എൻ്റെ മലായിക്കത്തുകളെ കൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി ഞാൻ ചെയ്യിപ്പിക്കുന്ന അമലിനെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്.